സിറോ മലബാർ സഭ കുർബാന തർക്കത്തിൽ സംഘർഷഭരിതമായ എറണാകുളം അങ്കമാലി അതിരൂപത ആസ്ഥാനം ബിഷപ്പ് ഹൗസിനകത്ത് സമരം നടത്തിയിരുന്ന വൈദികരെ പോലീസ് പുലർച്ചെ നീക്കിയതാണ് പ്രതിഷേധത്തിനും സംഘർഷത്തിനും ഇടയാക്കിയത്. നിരവധി തവണ പോലീസും വൈദികരുമായി ഏറ്റുമുട്ടി. അതിരൂപത അപ്പോസ്തലിക് അഡ്മിനിസ്ട്രേറ്ററായി ബോസ്കോ പുത്തൂർ രാജിവെക്കുകയും ബിഷപ്പ് ജോസഫ് പാംപ്ലാവനിയെ ചുമതല ഏൽപ്പിക്കുകയും ചെയ്തതോടെയാണ് പ്രശ്നങ്ങൾക്ക് താൽക്കാലികമായി പരിഹാരമായത്. നാളെ ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിൽ സമവായ ചർച്ചയുണ്ട്. ഇന്ന് പുലർച്ചെയാണ് പോലീസ് ബിഷപ്പ് ഹൗസിന് അകത്തേക്ക് കടന്നതും സമരം ചെയ്തിരുന്ന 21 വൈദികരെയും ബലമായി പുറത്തിറക്കിയതും. രൂപതാ നേതൃത്വത്തിൽ നിന്ന് ലഭിച്ച പരാതിയുടെ അടിസ്ഥാനത്തിലായിരുന്നു പോലീസ് നടപടി. തുടർന്ന് ബസിലിക്ക കേന്ദ്രീകരിച്ചുകൊണ്ട് വൈദികരും വിശ്വാസികളും സംഘടിച്ചതോടെ സമരം സംഘർഷത്തിലെത്തി. സമരത്തിലുള്ള വൈദികരെ പിന്തുണയ്ക്കുന്ന വിശ്വാസികളും പോലീസും തമ്മിൽ പലതവണ വാക്കേറ്റവും ബലപ്രയോഗവും ഉണ്ടായി. ബിഷപ്പ് ഹൗസിലേക്ക് നടത്തിയ മാർച്ചും സംഘർഷത്തിലേക്കെത്തി. ബിഷപ്പ് ഹൗസിന്റെ ഗേറ്റും തകർത്തു. സബ് കളക്ടറും DCPയും സമരക്കാരുമായി നടത്തിയ ചർച്ചയും ഫലം കണ്ടില്ല. സമരം രൂക്ഷമായതോടെ അതിരൂപത അപ്പോസ്തലിക് അഡ്മിനിസ്ട്രേറ്റർ ബോസ്കോ പുത്തൂരിന്റെ രാജി മാർപ്പാപ്പ അംഗീകരിക്കുകയും ബിഷപ്പ് ജോസഫ് പാംപ്ലാനിയെ ചുമതല ഏൽപ്പിക്കുകയും ചെയ്തതായി സിനഡ് കുറിപ്പിറക്കി. ഇതോടെ രൂക്ഷമായ സമരത്തിന് അയവ് വന്നു. മാധ്യമപ്രവർത്തകർക്ക് നേരെയും കയ്യേറ്റ ശ്രമമുണ്ടായി. പോലീസ് ഭീഷണി പോലെ അറസ്റ്റ് ചെയ്ത് തന്നെ നീക്കണമെന്നാവശ്യപ്പെട്ട് വൈദികർ പിന്നെയും സമരം തുടർന്നു. ജനം, കൊച്ചി.